ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ലൈഫ് ഓഫ് ഫാമിലിയുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഉണ്ണി എഗ് കറി. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ, ചപ്പാത്തിയോ പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇതാ ഉണ്ണി മുട്ട ഫ്രൈ ചെയ്തത് കണ്ടോ. ഇതാ ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് മസാലകളൊക്കെ ചേർത്ത് ഇതാ കോരി ഒഴിക്കുക. അങ്ങനെ എടുക്കുക കണ്ടോ. ഹായ്, എന്ത് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇങ്ങനെ മാറ്റി മാറ്റി എന്നും എഗ്ഗ് കറി ഒരേപോലെ ഉണ്ടാക്കാതെ ഇത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ പയറ് തോരൻ, വെണ്ടയ്ക്ക സാമ്പാർ ഇന്നത്തെ സ്പെഷ്യൽ അതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനോടൊപ്പം ഇതാ ഇടിയപ്പം. ഹായ്, ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പാൽ ചേർത്ത ഇടിയപ്പമാണ്. ഒരു ദിവസം വെറൈറ്റി ഇടിയപ്പമാണ്. ഇവിടെ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇടിയപ്പമാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇടിയപ്പമാണ്. ദോശ ഇഡലിനേക്കാളൊക്കെ ഇഷ്ടം അതാണ്. അപ്പം എല്ലാവരും ചാനൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഷെയർ ചെയ്യുന്നേ, സപ്പോർട്ട് ചെയ്യേ. ഓക്കെ, ഒരൊറ്റ മസാല കൂട്ട് മതി. ഞാൻ അത് ഉണ്ടാക്കി വയ്ക്കും ഫ്രിഡ്ജിൽ. അത് ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ. ഇഞ്ചി, ഉള്ളി, പിന്നെ സ്പെഷ്യലുണ്ട് ഇതിൽ അരയ്ക്കുന്നത്. സ്വീറ്റായിട്ട് ഇത്തിരി എഗ്ഗ് മസാലയ്ക്ക് നമുക്കൊരു ചെറിയ മധുരം ഉണ്ടാവുമല്ലോ, അതിന് ഞാൻ റൈസിൻസ്, അതായത് കിസ്മിസ്, അതായത് ഉണക്കമുന്തിരി ആണ് അരയ്ക്കാറ്. വളരെ കുറച്ച് അരച്ച് വയ്ക്കും. കാഷ്നട്ടും ചേർക്കും. ഉണക്കമുന്തിരിയുടെ മധുരം മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർക്കാം, തേൻ ചേർക്കാം, എന്നാലും മധുരം കിട്ടും. അപ്പം പഞ്ചസാര ഉപയോഗിക്കണ്ടല്ലോ. ഓക്കെ, ഇത് മുട്ട മസാല, എഗ്ഗിന് പറ്റിയ മസാലയാണ് ഇത്. ഞാനൊരു ദിവസം കാണിക്കാം കേട്ടോ. ഒരുപാട് മസാലകൾ കാണിക്കണം, ടൈമായില്ലേ? ഓക്കെ, ഇതാ എത്ര പെട്ടെന്ന് നമുക്ക് ഒരു മുട്ടക്കറി, ഉണ്ണി എഗ് ഫ്രൈ കറി തയ്യാറാക്കണമെന്ന് നോക്കാം. ഇങ്ങനെ മുട്ട ഉണ്ടാക്കി വയ്ക്കുക. കുട്ടികൾക്ക് ഇഷ്ടാവില്ലേ എന്നും ഈ പുഴുങ്ങിയ അങ്ങനെ മുഴുവനായിട്ട് മുട്ട കാണുന്നതിനൊക്കെ നല്ലത്. എനിക്കൊരു വെറൈറ്റി കൊടുക്കുന്നത് നല്ലതല്ലേ. അത് കഴിഞ്ഞാൽ ഒരല്പം കടുകിടുക. ഇതും മോൾക്ക് പോവാറായിട്ട് സാമ്പാർ ഇതേ തയ്യാറാവണം. കുറച്ച് പയറ്, വൻപയറ്, എരിശ്ശേരി. മോനെ ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായി, അവൻ കഴിച്ചിട്ട് പോകും. ഓക്കെ, അപ്പോൾ കഴിച്ച് പോകാനായിട്ട് എത്രയും പെട്ടെന്ന് തയ്യാറാക്കണ്ടേ. എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും തയ്യാറാവും. ഓക്കെ, ഈ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി നിങ്ങൾ. കേടാവാതിരിക്കുന്നതിനും ഇത് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യണേ, മറക്കരുത് കേട്ടോ. ഇപ്പോഴും നമ്മൾ കിച്ചണിൽ, സ്ത്രീകൾ ഇങ്ങനെ കിച്ചണിൽ കിടന്ന് ജോലി എടുത്തിട്ട് മടുപ്പ് തോന്നണ്ട. അപ്പോൾ ദിവസവും എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് 2 ഗ്ലാസ്, എണീറ്റ വഴിക്ക് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. പറ്റില്ലെങ്കിൽ 1 ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കുക. വ്യായാമം ചെയ്യുക. നല്ല ഫുഡ് കഴിക്കുക. പ്രോട്ടീൻ കലർന്ന ഫുഡ് കഴിക്കുക. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മുട്ടക്കറി റെഡി. ഇത് തിളച്ച വെള്ളം ഉപയോഗിക്കണം കേട്ടോ. ഇതാ തിളച്ച വെള്ളം അതേ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. എപ്പോഴും കറി തയ്യാറാക്കുമ്പോൾ തിളപ്പിച്ച ആറിയ വെള്ളമല്ല, തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശീലിക്കും. അതൊക്കെ കറിയിലെ മാറ്റം ഒരു വേറെ രുചിയൊക്കെ വേറെ ലെവലാവും. ഓക്കെ, ഈ കറി ഒന്ന് കഴിച്ച് നോക്ക് കേട്ടോ. ഹോട്ടലിൽ കിട്ടുന്നേക്കാളും നല്ല രുചിയിൽ നമുക്ക് കഴിക്കാം. അധികം ബ്രൗൺ ആവണ്ട. ഓക്കെ, ഇപ്പോൾ റൈസിൻസ് ആണ്. നമുക്ക് കിസ്മിസ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു ചെറിയ പുളിപ്പും മധുരം. സ്വീറ്റായിരിക്കില്ലേ എഗ്ഗ് കറി? ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ കുറച്ച്
വെള്ളം ചേർക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടില്ലേ അത് കുറച്ച് ചേർക്കണം കേട്ടോ. കാഷ്നട്ട് ചേർത്തിട്ടുണ്ട് എങ്കിലും ചെറുതായിട്ട് വറുത്തരച്ച കൂട്ട് ഇതാ, അതൊരു ദിവസം കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടില്ലേ, അത് ഒത്തിരി ദിവസം ഉണ്ടാവും. കുറച്ചിങ്ങനെ വറുത്തരച്ച് വെച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് എണ്ണ തെളിയുന്ന വരെ മിക്സി പതുക്കെ മെല്ലെ 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 ചൂടോടുകൂടി അരയ്ക്കണം കേട്ടോ. അതാണ് അതിൻ്റെ രീതി. അപ്പോഴാണത് നന്നായിട്ട് അരഞ്ഞും കിട്ടും, വെണ്ണ പോലെ അരയണം. അങ്ങനെ ഏതെങ്കിലും കറികളിൽ തേങ്ങ ചേർക്കണമെങ്കിൽ സാമ്പാറിലോ അവിയലൊന്നും പറ്റില്ല. ഇനി വറുത്തരച്ച കറികളിലൊക്കെ വളരെ ടേസ്റ്റായിരിക്കും കേട്ടോ. എന്ത് ഭംഗി അല്ലേ, നല്ല ഭംഗിയില്ലേ. എല്ലാവരും വ്യായാമം ചെയ്യാൻ മറക്കരുത്. ഫുഡ് മാത്രം കഴിച്ചാൽ മാത്രം പോരാ കേട്ടോ. വയറിനെ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, ശരീരത്തിനെയും സ്നേഹിക്കണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മടുപ്പില്ലാതിരിക്കുക. അതുപോലെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള ഗാർഡനിങ്ങോ ഡാൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുക. ആക്ടിവിറ്റീസ് എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും മടുപ്പ് തോന്നാതിരിക്കുക. ജീവിതം മടുപ്പ് തോന്നി കഴിഞ്ഞാൽ പിന്നെ അന്തർമുഖികളായി ഇൻട്രോവേർട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും വീട്ടമ്മമാരോട് പറയുന്നു, നിങ്ങളെപ്പോഴും ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മസാലയിൽ ഉപ്പുള്ള കാരണം ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. അമ്മമാരോട് പറയുന്നു എല്ലാവരും വ്യായാമം ചെയ്യണം. അതുപോലെ നല്ല നല്ല ആക്ടിവിറ്റീസിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതായാലും കുഴപ്പമില്ല. ഇനി ഉപ്പ് നോക്കട്ടെ. പ്രമാദം. അല്ല, മസാല ഉണ്ടാക്കി ഇങ്ങനെ തയ്യാറാക്കിയ ചിക്കൻ്റെ മസാലയും എഗ്ഗ് മസാലയും ഒക്കെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടോ എത്ര ഈസിയായി. ഇതാ കറി റെഡി. പിന്നെ കുറച്ച് മുട്ട മതി. ഇത് 2-3 മുട്ട ഉണ്ടെങ്കിൽ ഇത് ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റി എത്ര പേർക്ക് കഴിക്കാനുള്ള അല്ലേ. കുറച്ച് ഗ്രേവി. എഗ്ഗില്ല എന്ന് പറയണ്ട, ആരെങ്കിലും വിരുന്ന് വരുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു നോക്കൂട്ടോ. നല്ല എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അടുത്ത വിഭവമായി ഞാൻ വരുന്നത് വരെ ബായ് പറയുന്നതിന് മുന്നേ കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. പിന്നെ കുറച്ച് ചീസും ഇടുവേ. ചീസ് നല്ലതല്ലേ. മല്ലിയില ഇട്ടു, ചീസ് കൂടി ഉപയോഗിക്കാം. സ്വല്പം ഞാൻ ചീസ് കുറച്ച് അധികം ഇടും കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ചീസ്. പിന്നെ കാർബ്സ് കുറയ്ക്കുക. ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടിക്ക് നിറയെ ഇടിയപ്പം ഉണ്ടാക്കാം. എല്ലാവർക്കും കഴിക്കാനുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതുണ്ടാക്കണേ. കുറച്ചല്ലേ അവർ കഴിക്കുള്ളൂ. ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി കൂട്ടുക. അതാ ഉണ്ണി എഗ് ഫ്രൈ കറി, ഹേമ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ, ശുഭദിനം.